അച്ഛന് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത്ര ഏജ് ഡിഫറൻസ് ഉള്ള ഒരാളെ കെട്ടാൻ എനിക്ക് പറ്റൂല. എന്റെ മോളുടെ സമ്മതമല്ല ഞാൻ ചോദിച്ചോണ്ടിരിക്കണേ. നിന്റെ കല്യാണം എന്തായാലും ഉണ്ണികൃഷ്ണനോട് തന്നെ ആയിരിക്കും. നീ ഞാൻ എത്ര കാലം ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. അതിന് മുന്നേ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിയേ പറ്റൂ. അതിന് ഈ ഉണ്ണികൃഷ്ണൻ തന്നെ വേണമെന്ന് അച്ഛൻ എന്താണ് ഇത്ര നിർബന്ധം? ഹീ സച്ച് എ റെസ്പോൺസിബിൾ ഗൈ. അവൻ ഓഫീസിലുള്ളപ്പോഴേ എല്ലാം കൃത്യമായിരിക്കും, അറിയോ? സാറ് പേടിക്കണ്ട, ഞാനുണ്ട്. ഉണ്ണി ഇറങ്ങുന്നില്ലേ? സമയം ഒത്തിരി ആയില്ല. കുറച്ച് വർക്കോട് ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടിട്ട് ഇറങ്ങിക്കോളാം. അതെ, ഇതിലും ബെസ്റ്റ് ഒരാളെ നിനക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റൂല. ഒരു 30 വർഷം മുമ്പ് ഞാൻ എന്നെ തന്നെ കണ്ടതുപോലുണ്ട്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് അവൻ. എൻ്റെ കാലം കഴിഞ്ഞാലും നമ്മുടെ ബിസിനസ് അവൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും. നീയും. അവൻ അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നുകൊണ്ടേ നമുക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ തന്നെ കഴിയുകയും ചെയ്യാം. അച്ഛ ഇത് എന്തോന്നൊക്കെ അച്ഛ ഈ പറയണേ? എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ മനസ്സിലാക്കാത്തത്? ഇത്രയും നാളെ ഞാൻ അച്ഛൻ പറഞ്ഞ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. ഇത് എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. ആണല്ലോ, അതുകൊണ്ട് അത്രയും ആലോചിച്ച് തന്നെയാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇനി അതല്ല, നിനക്കിത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛനിപ്പോ കഥ അടച്ച്. അയ്യോ അച്ഛാ, അച്ഛാ! എന്താടി നിന്റെ കല്യാണം നടത്തുന്നവരെ എനിക്കൊന്നും സംഭവിക്കൂല. ഇതാ പൂവിൻ്റെ. പിന്നെ ആ കാറ്ററിംഗ് ആയിട്ട് തന്നെ വിളിക്കാൻ പറയണം. എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിലേ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം. ശരി എന്നാ. അച്ഛാ ഞാനൊന്ന് ഓഫീസിൽ പോയിട്ട് വരാം. മോനെ ഒരാഴ്ചത്തേക്ക് മോൻ ലീവ് എടുത്തോ? കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഓഫീസിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല അച്ഛാ, പുതിയ കമ്പനിയായിട്ടുള്ള എഗ്രിമെൻ്റ് ഡീറ്റെയിൽസ് എനിക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഫൈനലൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് കയ്യിൽ നിന്ന് പോകും. നാളെ രാവിലെ അല്ലേ അച്ഛൻ്റെ ഫ്ലൈറ്റ്? അതെ. ഞാൻ എന്തായാലും ഉച്ചയോടെ എത്തിയേ. എന്നാൽ പോയിട്ട് പെട്ടെന്നോ. ദേവതി നല്ല ഉറക്കത്തിലായിരുന്നു, അതാണ് ഞാൻ ശല്യപ്പെടുത്താറ്. പോയിട്ടുണ്ട്. ശരി ശരി. കണ്ടാടി, ഇപ്പം മനസ്സിലായി എൻ്റെ സെലക്ഷൻ തെറ്റൂലെന്ന്. അവൻ്റെ ഉത്തരവാദിത്വ ബോധം കണ്ട. ഇനി 1 മാസം കഴിഞ്ഞ് ഞാൻ വരുന്നവരെ ഐ ഹാവ് നോ ടെൻഷൻ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തോരം പ്രപ്പോസൽ കിട്ടിയതാടി നിനക്ക്? എന്നിട്ട് ഇത്ര ഏജ് ഗ്യാപ്പുള്ള ആളെ എങ്ങനെ ഓക്കെ ആയി? ഓ അതിനിപ്പോ എന്താ, ചേട്ടൻ ഭയങ്കര ചില്ലാടി. നമ്മുടെ വൈബ് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി. പിന്നെ ഒന്നും നോക്കിയില്ല. അതും ഒരു കണക്കിന് ശരിയാ. പിന്നെ ഹണിമൂൺ എങ്ങോട്ടാടി? അത് ചേട്ടൻ എന്തൊക്കെയോ ഭയങ്കര സർപ്രൈസ് പ്ലാനൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ്. ചേട്ടൻ ഭയങ്കര റൊമാൻറ്റിക്കാ. അതുകൊണ്ട് ഈ എല്ലാ കാര്യത്തിലും കുറച്ച് സർപ്രൈസ് എലമെന്റ് ഒക്കെ വെക്കണമെന്ന് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. എടി ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ, ഇപ്പൊ കുറച്ച് തിരക്കില്ല. ഒരു കാര്യം കൂടെ, എനിക്കൊരു എല്ലാം ചൂണ്ടി എടുത്ത് അറിഞ്ഞാ വിളിച്ചേക്ക്. മോശം. പിന്നീടെന്തോ ഇപ്പോഴും ടൈം ടേബിൾ എഴുതി കളിക്കുന്ന. ചേട്ടാ, ഞാനേ കുറച്ച് നാളായിട്ടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നേ. നമ്മുടെ ഹണിമൂണിന്റെ കാര്യം. ഹണിമൂണിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ രേവതി? നമ്മളിപ്പോൾ ഒരു പാക്കേജ് ബുക്ക് ചെയ്താൽ തന്നെ മിനിമം 50,000 പോയി കിട്ടും. അത് നമ്മൾ ബുദ്ധിപരമായിട്ട് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. നാളെ ഒരു കാലത്ത് നമുക്ക് ഉപകാരപ്പെടുന്നത് ഏതെങ്കിലും 5 ദിവസം നമ്മൾ എവിടെയെങ്കിലും പോകുന്നതല്ല. ആ സേവിങ്സ് ആയിരിക്കും. തിങ്ക് വൈസ്ലി. ചേട്ടൻ ഭയങ്കര റൊമാൻറ്റിക്. ഇത് തന്നെ സാധനം.
രേവതി ട്യൂബിലേറ്റ് ഫോണൊക്കെ വെച്ചിട്ട്. ചേട്ടൻ കറക്റ്റ് സമയത്താ എത്തിയ. നമുക്ക് റീൽ ചെയ്യാവോ? ഏയ് എനിക്കൊന്നും ശരിയാവില്ല രേവതി. അയ്യോ അങ്ങനെ പറയില്ല ഏട്ടാ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കപ്പിളായിട്ട് ചെയ്യുന്നത്, പ്ലീസ്. ഏയ് രേവതി, ഞാനിത് റീലൊന്നും ചെയ്തിട്ടില്ല, എനിക്കതിനെ കുറിച്ച് അറിയത്തില്ലെന്നേ. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം, പ്ലീസ്. ഒരെണ്ണം please. രേവതി എന്നെ നിർബന്ധിക്കുന്നു, പ്ലീസ്. ഒന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ നിർബന്ധിപ്പിക്കും, പ്ലീസ്. ഒരെണ്ണം എനിക്ക് ചമ്മലാണെന്ന് എനിക്ക് ശരിയാവത്തില്ല. പ്ലീസ് ഒരെണ്ണം പ്ലീസ്. ശരി. രേവതി ആദ്യമായിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ കൂടെ നിന്നേ ഉള്ളൂ. ഇനി ഇതുപോലുള്ള കോമാളി പരിപാടികൾക്ക് ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്. പിന്നെ ഇതൊന്നും ഓടവും കൂടെ ഇട്ടളയരുത്, നാണക്കേടാണ്. ഈ പിള്ളേർ കളിയൊക്കെ മാറ്റി വെച്ചിട്ടേ ആ PhD പ്രിപ്പറേഷനിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ? അച്ഛാ യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? സുഖമായിരുന്നു മോനെ. ഡീലും ഒക്കെ അപ്പം തന്നെ മെൻഷൻ ചെയ്ത് മെയിൽ വന്നായിരുന്നു ഓഫീസിൽ. മോനിപ്പോൾ എങ്ങോട്ടാ? ഞാനൊന്ന് ബാങ്ക് വരെ പോയിട്ട്. ശരി. പകൽ സമയത്ത് ഡോറും തുറന്ന് AC ഇട്ടിട്ട് പോയിരിക്കണം. രേവതി, രേവതി, എന്താ റൂമിൽ നിന്ന് പോകുമ്പോ AC ഓഫ് ചെയ്യണമെന്നുള്ള ബോധമില്ല നിനക്ക്? അത് ഫോൺ മോളിലാണ്ട് എടുക്കാൻ പോയതാ, പിന്നെ അവിടെ തന്നെ അങ്ങ് ഇരുന്നു പോയി. സ്വന്തമായിട്ട് കറണ്ട് ബില്ല് അടച്ചിരുന്നെങ്കിലേ ഇതൊന്നും മറക്കൂലായിരുന്നു. ഓരോ മാസം എത്രയാണ് ബില്ല് വരണമെന്ന് നല്ല പിടിയുണ്ടാ? അച്ഛനിപ്പോ എന്താ വന്ന് കേറുണ്ട് എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങിക്കോണം. അച്ഛാ, ഞാൻ ഈ കാര്യം അച്ഛനോട് പറയണമെന്ന് വിചാരിച്ചാ. നമുക്ക് ഈ വീടും ഓഫീസൊക്കെ സോളാർ ആക്കിയാലോ? അതാകുമ്പോൾ ഈ കറണ്ട് ചാർജിന് ടെൻഷനും ഇല്ല. ഞാനിത് നോക്കിയതാ മോനെ, പല കമ്പനിക്കാരും വന്ന് സംസാരിച്ചതാ, പക്ഷെ ആരും ട്രസ്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതെന്ത് പറ്റി? ഇപ്പോൾ ഒരുപാട് സോളാർ കമ്പനികളുണ്ട്. നമ്മൾ കാശ് മുടക്കി ഇതൊക്കെ വച്ചതിന് ശേഷം ഒരു കംപ്ലൈൻറ്റ് വന്ന് സർവീസിന് വിളിക്കുമ്പോൾ ഈ കമ്പനി തന്നെ ഇല്ലെങ്കിലോ? നമ്മൾ മുടക്കിയ കാശൊക്കെ പോയില്ലേ? അച്ഛൻ പറഞ്ഞത് ശരിയാണ്. മിനിമം ഒരു 1000 ഇൻസ്റ്റലേഷനുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള കമ്പനി ചൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഈ സോളാർ കമ്പനിയൊക്കെ വന്നിട്ട് വളരെ കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് 1000 ഇൻസ്റ്റലേഷനൊക്കെ ചെയ്ത ഏത് കമ്പനിയുണ്ട്? അച്ഛൻ ഈ റെനർജി സിസ്റ്റം ഒന്ന് കേട്ടിട്ടുണ്ടോ? റെനർജി സിസ്റ്റംസ് ഇതൊരു 14 വർഷമായിട്ട് സോളാർ ചെയ്യുന്നുണ്ട്. 6000-ന് മുകളിൽ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എൻ്റെ പാനലിനൊക്കെ 25 വർഷം വാറണ്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ട്രസ്റ്റഡ് ബ്രാൻഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനും വേണ്ട, നല്ല സർവീസും കിട്ടും. അത് കൊള്ളാമല്ലോ മോനെ. അപ്പോൾ മോൻ ഒരു കാര്യം ചെയ്യും, അവരോട് ഇപ്പോൾ തന്നെ നമുക്ക് വീട്ടിലേക്കും ഓഫീസിലേക്കും ഒരു കോട്ട് തരാൻ പറ. നമുക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. അത് ഞാൻ പോയിട്ട് വരട്ടെ. രാവിലെ വഴക്കുറഞ്ഞാണോ ഈ പിണക്കം? അതിന് ആദ്യമായിട്ടൊന്നല്ലോ വഴക്കിടുന്നത്. പിന്നെന്ത് ഇത്ര വലിയ ഗൗരവം? പ്ലീസ് ഇപ്പം എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്. ഞാൻ സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറ, പറഞ്ഞാലല്ലേ മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞിട്ടിപ്പോൾ എന്തിനാണ്? അച്ഛന് ജന്മത്തെ മനസ്സിലാവാൻ പോണില്ല. അങ്ങനെ മനസ്സിലാവുമായിരുന്നെങ്കിലേ ഇങ്ങനെ എടുത്തുന്നെ കൊണ്ടെന്നെ കെട്ടിക്കില്ലായിരുന്നു. നീ എന്തായാലും ഇങ്ങനെയൊക്കെ പറയണേ? പറയാതിരിക്കാൻ പറ്റണില്ല. അച്ഛൻ എന്തിനാ ഇങ്ങനെയുള്ള എൻ്റെ തലയിൽ വെച്ച് തന്നെ? ഒരു പാർട്ട്ണറിന്റെ നിന്ന് ബേസിക് ആയിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും അച്ഛൻ കണ്ടുപിടിച്ച മരുമോൻ്റെ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു മാസം എനിക്ക് അങ്ങേരോടെ പറ്റണല്ല. അപ്പൊ എങ്ങനെയാണ് ഞാൻ ലൈഫ് ലോങ് അങ്ങേരോടെ ജീവിക്കണേ? എന്റെ പൊന്നച്ച, ഞാൻ അങ്ങനെ കെട്ടിയോളല്ലേ, കള്ളക്കാമുകയൊന്നുമല്ലല്ലോ. എവിടെയെങ്കിലും പുറത്തു പോകുമ്പോ അങ്ങനെ കൈ പിടിച്ച് നടന്ന അങ്ങനെ എന്ത് പറയൂന്ന് അറിയൂ? മോശം, കൈ വിട്ടു നടക്കുന്നവർ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും. ആഗ്രഹിച്ച് മോഹിച്ച് ഞാനൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങി, അതിനയാൾ പറയാ ഇങ്ങനെ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കല്ലേ രേവതി? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണോ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്ത് കളിക്കാൻ? ഡോണ്ട് റിപ്പീറ്റ്. ശരി, അങ്ങേർക്ക് വേണ്ടെങ്കിൽ വേണ്ട. വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ ഒരു കാഡ്ബറീസ് മാത്രമാണ് ഗിഫ്റ്റ് ആയിട്ട് ചോദിച്ചത്. അതിന് സെർവന്റിനോട് സാധനം വാങ്ങാൻ പറഞ്ഞ ലിസ്റ്റിൽ ഈ പറഞ്ഞ മുട്ടായി കൂടെ എഴുതാൻ പറയും. വല്ലപ്പോഴും ഒന്ന് പുറത്തേ ഒന്നിച്ച് ആഹാരം കഴിക്കണമെന്ന് ആർക്കാണെങ്കിലും ആഗ്രഹം തോന്നൂലേ? അതൊരു തെറ്റാണോ? തെറ്റാണ്. അജിനോമോട്ടോ, ആർട്ടിഫിഷ്യൽ കളേഴ്സ്, കെമിക്കൽസ് ഇതെല്ലാം ചേർക്കുന്നത് പോരാങ്ങിട്ട് പഴകിയ ഇറച്ചിയായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്.
ഫ്രിഡ്ജിൽ ദോഷമായിരിക്കട്ടല്ലോ, എടുത്തുണ്ടാക്കി കഴിക്കൂ. അച്ഛൻ്റെ എക്സ്പ്രഷൻ കണ്ടാ അറിയാം ഇതിലൊക്കെ ഇപ്പം എത്ര പുതുമ എന്തിരിക്കുന്നു. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് അച്ഛൻ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇന്ന് വരെ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അച്ഛൻ ഒന്ന് കേൾക്കാൻ പോലും മനസ്സ് കാണിച്ചിട്ടില്ല. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ ലൈഫൊക്കെ കാണുമ്പോഴേ എനിക്ക് കൊതി തോന്നിയിട്ടുണ്ട്. ശരി, എൻ്റെ പാർട്ട്ണറിൻ്റെ എന്തെങ്കിലും എനിക്ക് കിട്ടുമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോൾ അതും ഇങ്ങനെയായി. എന്നെക്കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും അയാളോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണല്ലോ അച്ഛാ. ഞാൻ പല എഫേർട്ടും എടുത്തു നോക്കി, അയാൾക്ക് ഒന്ന് മനസ്സിലാവണ പോലും ഇല്ല. നിങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവത്തിലേ എനിക്കൊരു വ്യത്യാസം പോലും തോന്നണില്ല. ഇങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിൽ വരല്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷെ ദൈവം അത് കേട്ടില്ല. അങ്ങനെ കേൾക്കുമായിരുന്നെങ്കിൽ എൻ്റെ അമ്മ നേരത്തെ ഞാൻ കൊണ്ടുപോകില്ലായിരുന്നല്ലോ. എന്തായാലും അച്ഛൻ്റെ ആഗ്രഹം പോലെ ഞാൻ ഈ ജന്മം എങ്ങനെയും അയാളോട് ജീവിച്ചു തീർത്തോളാം. അച്ഛൻ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. സാർ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്യും. അടുത്ത വശം ഞാൻ നോക്കിക്കോളാം. ശ്രീധർ, എന്താ സാർ? താനിപ്പോൾ ഫ്രീ ആണ്? ആണ് സാർ. ഞാനിപ്പോൾ ആരോടെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. അതിൻ്റെ കൂടെ ഒന്ന് വരാമോ? ആ ഇതൊക്കെ നേരിട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കടുത്തു പോയി. അല്ല സാറ് വീട്ടിലും ഓഫീസിലുള്ള അതേ പെരുമാറ്റം തന്നെയാണോ? ഇതിപ്പോൾ ഞാൻ എന്ത് സാർ, കുറച്ച് സമയത്തേക്ക് സാറിൻ്റെ ഒരു അനിയനായിട്ട് സംസാരിച്ചോട്ടെ, ഈ ഒരു ഒഫീഷ്യൽ പരിപാടിയൊക്കെ വിട്ടിട്ട്. പ്ലീസ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് ഇല്ലാതെ പോയത്. എടാ മരത്തലേ താനുണ്ടല്ലോ, താൻ വെറും 6 ബോറനാണ്. സാർ പ്ലീസ് എൻ്റെ ഫ്ലോ കളയരുത്. ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടല്ലേ സംസാരിക്കണേ. ഒരു അനിയൻ ഇത് സംസാരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. സാർ ഇത് കേൾക്കാൻ ബാധ്യസ്ഥനുമാണ്. സോ പ്ലീസ്. ഇതിൽ നിങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി സ്ഥലത്ത് ആത്മാർത്ഥം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടേ സ്വന്തം മോക്ക് നല്ല ഭർത്താവായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ പിടിച്ച് കെട്ടിച്ച് അമ്മായി പറഞ്ഞിട്ടു. അങ്ങേരെ ആദ്യം പറയണം. എൻ്റെ പൊന്നു കേട്ടാ, ഇവിടെ 30 വയസ്സായ ചെറുക്കന്മാർക്ക് പെണ്ണ് കിട്ടില്ല. അപ്പം നല്ലൊരു കൊച്ചിനെ കിട്ടിയത് നിങ്ങൾ ഈ തന്ത വൈപ്പ് സ്വഭാവം കാണിച്ചാൽ അത് ഇല്ലാതാക്കരുത്. അല്ല, നിങ്ങൾ ഈ കുടുംബജീവിതം എന്ന് വെച്ചാൽ എന്തെന്നാണ് വിചാരിച്ചു വെച്ചേക്കണേ? കുടുംബജീവൻ എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ അച്ചടക്കത്തോടെ. നിങ്ങൾ ഇതുവരെ രേവതിയുടെ അടുത്ത് ഒത്തിരി സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. രേവതിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് അറിയൂ? ഇല്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോദിച്ചിട്ടില്ല. മര്യാദയ്ക്ക് ഒരു ഉമ്മയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അപ്പം നിങ്ങൾ തമ്മിൽ ഇതുവരെ ഉണ്ട്. അതിനൊന്നും ഒരു കുറവില്ല ചേട്ടാ. അത് മാത്രമല്ല ജീവിതം. ഇതിപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ചേട്ടാ? നമ്മളെപ്പോഴും നമ്മുടെ പാർട്ട്ണറിൻ്റെ ആഗ്രഹങ്ങളൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതങ്ങനെ അതത്ര പാടുള്ള കാര്യമൊന്നുമില്ല. ഇപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കണം. ഈ ചാടിക്കടിക്കാൻ നിൽക്കരുത്. നമ്മൾ ആണുങ്ങൾക്കുള്ളൊരു വൃത്തികെട്ട സ്വഭാവമാണത്. അതുപോലെ അവർ നമുക്ക് വേണ്ടി എടുക്കുന്ന ചെറിയ ചെറിയ എഫേർട്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ചില ദിവസങ്ങളിൽ നമ്മളെ കാണിക്കാൻ വേണ്ടി ഇവർ കുറച്ച് ഒരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരാറില്ലേ? ആ സമയത്ത് പതിവിലും അവർ സുന്ദരിയാണെന്നുള്ള സത്യം അങ്ങ് അംഗീകരിച്ചു കൊടുക്കണം. അത് പല കിഴങ്ങന്മാരും ചെയ്യൂല. അങ്ങ് സമ്മതിച്ചാൽ മുത്തു പൊഴിഞ്ഞ് പോകാനൊന്നും പോണില്ല. മനസ്സിലായില്ലേ ചേട്ടാ? ഇപ്പോൾ രേവതിക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടാവില്ലേ? അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഇച്ചിരി മോട്ടിവേറ്റ് ചെയ്യുക. ഈ കിച്ചൺ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഷെയർ ചെയ്യുക. വല്ലപ്പോഴും നമ്മളെ കൊണ്ട് താങ്ങുന്നൊരു സർപ്രൈസ് കൊടുക്കുക. എന്തിന്? നമ്മൾ അവരെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് സ്നേഹത്തോടുള്ള ഒരു ടച്ച് പോലും അവരെ ഭയങ്കര ഹാപ്പിയാക്കും. പിന്നെ ഒരു പ്രധാന കാര്യം, ഇവർക്ക് ഈ പീരീഡ്സ് വന്നിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ചൊറിയാൻ പോകരുത്. പറ്റിയാൽ ഇതുപോലുള്ള സഹായങ്ങൾ വേണം നമ്മൾ ചെയ്തു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ റീൽസൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചെയ്യേണ്ടി വന്നെന്നിരിക്കും ചേട്ടാ.
നിങ്ങൾ നിങ്ങളുടെ തന്ത വൈബിൽ നിന്ന് താഴെയും അവൾ അവളുടെ മെച്യൂരിറ്റി ലെവലിൽ നിന്ന് മുകളിലോട്ട് വന്നാലേ നിങ്ങളുടെ ഏജ് ഗ്യാപ്പ് തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു റിലേഷൻ ആകുമ്പോൾ വഴക്കും പിണക്കങ്ങളൊക്കെ ഉണ്ടാവണം. എന്നിട്ട് നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബോണ്ടില്ലേ, അതിലാണ് കാര്യം. അപ്പം എൻ്റെ ഉണ്ണിച്ചേട്ടാ, നിങ്ങൾ ധൈര്യമായിട്ടൊന്ന് ലൈഫ് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് മുതൽ ഉണ്ണികൃഷ്ണൻ്റെ സ്നേഹവലയത്തിൽ കിടന്ന് രേവതി വീർപ്പ് കിട്ടണം. അപ്പോൾ പോവാല്ലേ? പിന്നെ അല്ല, പോ. എൻ്റെ ദൈവമേ, ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഇതൊന്ന് നശിപ്പിക്കായിരുന്നാ മതിയായിരുന്നു. രേവതി, എന്തായി PhD അഡ്മിഷൻ്റെ കാര്യമൊക്കെ? നിങ്ങൾക്ക് എപ്പോഴും എടുത്ത് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ? ഒന്നിലും പഠിത്തത്തിന്റെ കാര്യം, അല്ലെങ്കിൽ ഉപദേശം. മടുത്തെനിക്ക്. എന്ത് സംസാരിച്ചു തുടങ്ങുമെന്ന് അറിയാതെ ചോദിച്ചു പോയതാ. ഇത്രയും ദേഷ്യം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാനത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തില് രേവതി എന്നൊരു അച്ഛനോട് സംസാരിച്ച് ഞാൻ കേട്ടായിരുന്നു. ഞാനിത്ര ബോറിനാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. സോറി രേവതി, രേവതിയുടെ എക്സ്പെക്റ്റേഷനിലുള്ള ഒരാളാവാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒന്നും മനഃപൂർവ്വമല്ല. സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല. ഇതൊന്നും പറഞ്ഞു തരാനും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് അറിവ് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയും പോയി. പിന്നെ ഞാൻ എൻ്റെ പഠിത്തത്തിനും ജോലിക്കും വേണ്ടി മാത്രമേ സമയം കണ്ടെത്തിയിട്ടുള്ളൂ. എടുത്തു പറയാൻ ഒരു ഫ്രണ്ട് പോലും എനിക്കില്ല. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. രേവതി, ഇത്രയും നാൾ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കണ്ട. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. രേവതിയും എന്തുണ്ടായിരുന്നാലും എന്നോട് തുറന്നു പറയണം, പ്ലീസ്. ചേട്ടാ, എനിക്ക് ഇഷ്ടക്കേടുണ്ടായിരുന്നു എന്നുള്ള സത്യം. പക്ഷെ ചേട്ടാ ഇപ്പൊ പറഞ്ഞില്ലേ, എനിക്കത് മതി. എൻ്റെ ഭാഗത്തുനിന്നും കുറെ തെറ്റുണ്ടായിട്ടുണ്ട്. ചേട്ടന് ഇഷ്ടമില്ലാത്ത കാര്യത്തിനൊക്കെ ഞാൻ നിർബന്ധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഞാനും അതൊക്കെ ശ്രദ്ധിച്ചോളാം. എന്നെ മനസ്സിലാക്കണം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നമുക്കിത് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. കപ്പിൾസ് തമ്മിൽ വലിയൊരു ഏജ് ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെയും ചിന്താഗതിയിലും ലൈഫ് സ്റ്റൈലിലും ആഗ്രഹങ്ങളിലും എല്ലാം ഈ ഒരു ഡിഫറൻസ് ഉണ്ടാകും.
ഭാര്യ ചിലപ്പോൾ സോഷ്യൽ മീഡിയയും ഓൺലൈൻ ഷോപ്പിങ്ങും ട്രെൻഡിനും പുറകെയൊക്കെ പോകുമ്പോൾ ഭർത്താവ് ചിന്തിക്കുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും കരിയർ ഗ്രോത്തും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെയാവും. ഈ ഒരു ഡിഫറൻസ് ഏതായാലും രണ്ടുപേർക്കിടയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ കുടുംബജീവിതം നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇത്തരം റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് രണ്ടുപേരും സ്വന്തം ഇഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ പാർട്ട്ണറിൻ്റെ ഇഷ്ടങ്ങളും കൂടി മനസ്സിലാക്കി കുറച്ച് ഫ്ലെക്സിബിൾ ആവേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ അവരെ കേൾക്കുന്നു, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നു, അവർക്ക് വേണ്ടി എക്സ്ട്രാ എഫേർട്ട് ഇടുന്നു എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ബോണ്ടിങ് അവിടെ ഇരട്ടിയാവും. ഇനി നിങ്ങളും ഏജ് ഡിഫറൻസ് ഉള്ളൊരു കപ്പിളാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, സ്നേഹം കൊണ്ട് അടുപ്പിക്കാൻ കഴിയാത്ത ഒരു ഗ്യാപ്പും ഈ ലോകത്തില്ല. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. കപ്പിൾസ് തമ്മിലെ ഏജ് ഗ്യാപ്പ് അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഏജ് ഡിഫറൻസ് ഉള്ളവർ മാത്രമല്ല, ഓരോ കപ്പിൾസും ഓപ്പണായി സംസാരിക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണുക. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.